Dear children, today we are going to study about the contour lines. Look at the picture. Contours are imaginary lines drawn connecting places having equal elevation from the sea level. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ ലൈൻസ്. The respective altitude will be marked with each contour line. These are called contour values. ഓരോ കോണ്ടൂർ ലൈനിലും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇതിനെ കോണ്ടൂർ മൂല്യങ്ങൾ എന്ന് പറയാം. With the help of contour values, we can find out the altitude of the places shown in the maps. കോണ്ടൂർ മൂല്യങ്ങളുടെ സഹായത്താൽ മാപ്പിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം നമുക്ക് കണ്ടെത്താം. The difference between the value of two adjacent contour is called contour interval. അടുത്തടുത്ത് രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള മൂല്യവ്യത്യാസത്തെ കോണ്ടൂർ ഇന്റർവെൽ എന്ന് പറയുന്നു. Look at the picture. The contour interval is 100 meters. The closely spaced contour represent steep slopes and the widely spaced contours represent gentle slopes. അടുത്തടുത്തായി വരുന്ന കോണ്ടൂർ ലൈൻസ് ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചെരിവിനെയും അകന്നകന്നു കാണുന്ന കോണ്ടൂർ ലൈൻസ് ഭൂപ്രദേശത്തിൻ്റെ ചെറിയ ചെരിവിനെയും പ്രതിനിധാനം ചെയ്യുന്നു. വാട്ട് ആർ ദ ത്രീ തിങ്സ് അസസ്ഡ് ഫ്രം ദ കോണ്ടൂർ ലൈൻസ് ഇൻ ടോപ്പോഗ്രാഫിക് മാപ്സ്? ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ്, ഭൂപ്രദേശത്തിൻ്റെ ഉയരം. നേച്ചർ ഓഫ് ദ സ്ലോപ്പ്, ചെരിവിൻ്റെ സ്വഭാവം. ഷേപ്പ് ഓഫ് ദ ലാൻഡ് ഫോംസ്, ഭൂരൂപത്തിൻ്റെ ആകൃതി. ലെറ്റ് സീ ഹൗ ദ ഷേപ്സ് ഓഫ് ലാൻഡ് ഫോംസ് ആർ ഡിറ്റർമിൻഡ് യൂസിങ് കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ ലൈൻസ് ഉപയോഗിച്ച് സ്ഥലങ്ങളുടെ ആകൃതി കണ്ടെത്താം. ദിസ് ക്യാൻ ബി ഡൺ യൂസിങ് ടു മെത്തേഡ്സ്. മെത്തേഡ് 1, അസസിങ് ദ ടോപ്പോഗ്രാഫി ഡയറക്ട്ലി ഫ്രം ദ കോണ്ടൂർസ്. ലുക്ക് അറ്റ് ദ ഫിഗർ. As shown in the figure, places a paper strips across the contour pattern of which the topography is to be assessed. കോണ്ടൂർ ലൈനിന് ക്രോസ് ആയി പിക്ചറിൽ കാണുന്നത് പോലെ പേപ്പർ സ്ട്രിപ്പ് വെക്കുക. മാർക്ക് എ ആൻഡ് ബി അറ്റ് ഐദർ എൻഡ് ഓഫ് ദ പേപ്പർ സ്ട്രിപ്പ്. കടലാസ് കഷ്ണത്തിൻ്റെ രണ്ടറ്റത്തായി എ ബി അടയാളപ്പെടുത്തുക. മാർക്ക് ആൻഡ് ലേബൽ ദ വാല്യൂസ് ഓഫ് കോണ്ടൂർ ലൈൻസ് കട്ടിംഗ് അക്രോസ് ദ പേപ്പർ സ്ട്രിപ്പ്. പേപ്പർ സ്ട്രിപ്പിൽ കോണ്ടൂർ ലൈൻസിൻ്റെ വാല്യൂ അടയാളപ്പെടുത്തുക. ട്രാൻസ്ഫർ ദീസ് കോണ്ടൂർ വാല്യൂസ് ഓൺ ടു ദ എക്സ് ആക്സിസ് ഓഫ് എ ഗ്രാഫ് പേപ്പർ. ഒരു ഗ്രാഫ് പേപ്പറിൻ്റെ എക്സ് ആക്സിസിലേക്ക് ഈ മൂല്യങ്ങൾ പകർത്തുക. ചൂസ് ദ കൺവീനിയൻറ്റ് സ്കെയിൽ ആൻഡ് മാർക്ക് ദ കോണ്ടൂർ വാല്യൂസ് ഓൺ ദ വൈ ആക്സിസ്. വൈ ആക്സിസിൽ ഉചിതമായ സ്കെയിലിൽ കോണ്ടൂർ വാല്യൂസ് അടയാളപ്പെടുത്തുക. Draw vertical lines from the points of contour values on the x-axis. x-axisൽ മാർക്ക് ചെയ്ത കോണ്ടൂർ ലൈൻസിൻ്റെ സ്ഥാനത്തു നിന്നും മുകളിലേക്ക് ലൈൻ വരയ്ക്കുക. Intersect these vertical lines against the corresponding values in y-axis and mark the intersecting points. Join these points by smooth curves. ഈ ലൈൻ വൈ ആക്സിസിലെ അതേ മൂല്യങ്ങൾക്ക് നേരെ വരുന്ന ഭാഗത്ത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ലൈൻ വരയ്ക്കുക. Thus we get the shape of the landform represented by the contour lines. കോണ്ടൂർ ലൈനിൽ പ്രദാനം ചെയ്യുന്ന ഭൂപ്രദേശത്തിൻ്റെ ആകൃതി ലഭിക്കും. മെത്തേഡ് 2, അസസിങ് ദ ടോപ്പോഗ്രാഫി ബൈ ട്രേസിംഗ് ഔട്ട് ഫ്രം കോണ്ടൂർസ്. Draw a line through the center of the contour. കോണ്ടൂർ ലൈന് ക്രോസായി ഒരു ലൈൻ വരയ്ക്കുക. Draw the x and y axis below the line. ലൈനിൻ്റെ രണ്ടറ്റവും ബന്ധിപ്പിച്ചുകൊണ്ട് XY ആക്സിസ് വരയ്ക്കുക. Mark the values of contour on the y axis.
That is 1 centimeter is 200 meter. Y-ആക്സിസിൽ കോണ്ടൂർ വാല്യൂസ് രേഖപ്പെടുത്തുക. ജോയിൻ വാല്യൂസ് ഇൻ ദ കോണ്ടൂർ ലൈൻ. കോണ്ടൂർ ലൈനിലെ പോയിന്റിൽ നിന്നും Y-ആക്സിസിലെ മൂല്യങ്ങളുമായി യോജിപ്പിക്കുക. ജോയിൻ ഈക്വൽ വാല്യൂസ് ഓൺ ദ ബോത്ത് ദ Y-ആക്സിസ് യൂസിങ് നാരോ ലൈൻസ്. മാർക്ക് ചെയ്ത ഭാഗങ്ങൾ യോജിപ്പിച്ച് ലൈൻ വരയ്ക്കുക. Intervisibility. If any two places are mutually visible, they are intervisible. രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണെങ്കിൽ അവ തമ്മിൽ നേർക്കാഴ്ചയിലാണെന്ന് പറയാം. What are the merits of intervisibility? The intervisibility assessment is being applied for erecting electric post, mobile device and wireless transmission towers. ഇലക്ട്രിക് പോസ്റ്റ്, മൊബൈൽ ടവേഴ്സ്, വയർലെസ് ട്രാൻസ്മിഷൻ ടവർ എന്നിവ സ്ഥാപിക്കുന്നതിന് ഇന്റർവിസിബിലിറ്റി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നു. ലുക്ക് അറ്റ് ദ ഫിഗർ. ഇൻ ദ ഫിഗർ, ദ പ്ലേസസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആർ നോട്ട് ഇന്റർവിസിബിൾ, ബട്ട് സി ആൻഡ് ഡി ആർ intervisible. Look at the picture. In the picture, the points marked as P, Q, R and S. Can you identify the points which are intervisible? For assessing the intervisibility, the shape of the terrain must be inferred from the contour lines. സ്ഥലങ്ങൾ തമ്മിലുള്ള നേർക്കാഴ്ച കണ്ടെത്താൻ കോണ്ടൂർ ലൈൻസിൽ നിന്നും സ്ഥലാകൃതി കണ്ടെത്തണം. Look at the figure. It represents the shape of the landform inferred from the contour lines. കോണ്ടൂർ ലൈൻസിന്റെ സ്ഥലാകൃതി നിർണയിച്ച ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. By analyzing this picture, we can assess the intervisibility between places. ഏതെല്ലാം സ്ഥലങ്ങൾ തമ്മിലാണ് നേർക്കാഴ്ചയുള്ളത്? Between P and Q, not intervisible. Between Q and R, not intervisible. Between R and S, intervisible. Between P and R, not intervisible. Let us study the topo sheet interpretation. The study and interpretation of topographic maps can be done in 3 different stages. Marginal information or primary information. The general information given outside the margin in topographic maps. ടോപ്പോഗ്രാഫിക് മാപ്പിലെ മാർജിനുകൾക്ക് പുറത്ത് മാപ്പിനെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങളാണിത്. എക്സാമ്പിൾ: ദ ടോപ്പോ ഷീറ്റ് നമ്പർ, നെയിംസ് ഓഫ് ദ ഏരിയ, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്, വാല്യൂ ഓഫ് ദ നോർത്തിങ്സ് ആൻഡ് ഈസ്റ്റിങ്സ്, സ്കെയിൽ ഓഫ് ദ മാപ്പ്, കോണ്ടൂർ ഇന്റർവെൽ, ഇയേഴ്സ് ഓഫ് സർവേ, എക്സെട്ര. Physical or natural features. Water bodies such as rivers, streams, springs and different landforms are the physical features. ജലാശയങ്ങൾ, വിവിധ ഭൂരൂപങ്ങൾ തുടങ്ങിയവയാണ് ഫിസിക്കൽ ഫീച്ചേഴ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. The locations are to be found out by direction or grid reference method. ഇവയുടെ സ്ഥാനം ദിശയുടെ അടിസ്ഥാനത്തിലോ ഗ്രിഡ് റെഫറൻസിലൂടെയോ കണ്ടെത്താം. Cultural or man-made features. They are man-made features such as settlement, roads, boundaries, places of worship, agricultural lands, post office, police station, bridges, wells, tube wells, etc. are cultural features shown in the map. ടോപ്പോഗ്രാഫിക് മാപ്പിലെ മനുഷ്യനിർമ്മിത സവിശേഷതകളായ വീട്, റോഡുകൾ, ആരാധനാലയങ്ങൾ, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ എന്നിവയാണ്. Their location can be found based on direction or grid reference method. ഇവയുടെ സ്ഥാനം ദിശയുടെ അടിസ്ഥാനത്തിലോ ഗ്രിഡ് റെഫറൻസിലൂടെയോ കണ്ടെത്താം.